വലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരാൾ മരണപ്പെട്ട് ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് മൂടുകല്ലെല്ലാം വഴിച്ച് മണ്ണിലിട്ട് മൂടി ആളുകൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുട്ട് പോലെയുള്ള ഒരു സ്ഥലമായിരിക്കും അത്. അതിൽ നിന്നും പെട്ടെന്ന് ഒരു സാധനം അങ്ങോട്ട് കടന്നു വരികയും ആ ഖബർ മുഴുവനും ഭയങ്കരമായൊരു പ്രകാശം ചൊരിയുകയും ചെയ്യും. അപ്പോൾ മരിച്ച മയ്യത്ത് നോക്കുന്ന സമയത്ത് ഒരു മൂലക്കിരുന്നു കൊണ്ട് ഒരു വെളുത്തൊരു സാധനം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. മയ്യത്ത് ചോദിക്കും, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് ആ വെളിച്ചം പരത്തിയ സാധനം പറയുന്നത്, നിങ്ങൾ ദുനിയാവിൽ ഓതിയ പരിശുദ്ധ ഖുർആനാണ്, നിങ്ങൾ ചെയ്ത അമലാണ്, എല്ലാ സൽക്രമങ്ങളുമാണെന്ന് ആ മൂലക്ക് ഇരിക്കുന്ന ആ വസ്തു പറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരാൾ മരണപ്പെട്ട് ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് മൂടുകല്ലെല്ലാം വഴിച്ച് മണ്ണിലിട്ട് മൂടി ആളുകൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുട്ട് പോലെയുള്ള ഒരു സ്ഥലമായിരിക്കും അത്. അതിൽ നിന്നും പെട്ടെന്ന് ഒരു സാധനം അങ്ങോട്ട് കടന്നു വരികയും ആ ഖബർ മുഴുവനും ഭയങ്കരമായൊരു പ്രകാശം ചൊരിയുകയും ചെയ്യും. അപ്പോൾ മരിച്ച മയ്യത്ത് നോക്കുന്ന സമയത്ത് ഒരു മൂലക്കിരുന്നു കൊണ്ട് ഒരു വെളുത്തൊരു സാധനം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. മയ്യത്ത് ചോദിക്കും, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് ആ വെളിച്ചം പരത്തിയ സാധനം പറയുന്നത്, നിങ്ങൾ ദുനിയാവിൽ ഓതിയ പരിശുദ്ധ ഖുർആനാണ്, നിങ്ങൾ ചെയ്ത അമലാണ്, എല്ലാ സൽക്രമങ്ങളുമാണെന്ന് ആ മൂലക്ക് ഇരിക്കുന്ന ആ വസ്തു പറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.